ഇങ്ങനെ പോയാൽ പറ്റില്ല, നടക്കില്ല. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് താണ്ടില്ല എന്നാണ് കോൺഗ്രസിനുള്ള ഇപ്പോഴത്തെ കെ സുധാകരൻ പക്ഷത്തിന്റെ നിലപാട്. ഇത് തന്നെയാണ് വി ഡി സതീശന്റെ നിലപാട്. വി ഡി സതീശന്റെ മിഷൻ 2025 കൊണ്ട് അതിനെക്കൊണ്ട് കടലിലെറിയണമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ SDPI, ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ വർഗീയ സംഘടനകളുമായി പാലക്കാട് മോഡലിൽ ചേർന്ന് മത്സരിക്കാൻ പുതിയ പ്ലാൻ രൂപീകരിക്കണമെന്നുമാണ് സതീശന്റെ ആവശ്യം. അതിന് ഇന്നത്തെ രീതിയിൽ KPCC ഇങ്ങനെ പോയാൽ മുന്നോട്ട് പോകില്ല, അത് പൊളിച്ചെടുക്കണമെന്നാണ് കെ സുധാകരന്റെ ആവശ്യം. അത് തന്നെയാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. താല്പര്യക്കാരെ മാത്രം മാറ്റി പ്രതിഷ്ഠിച്ച് ഉപായത്തിലെ പുനഃസംഘടന പോരെന്നും സമ്പൂർണമായ അഴിച്ചുപണി വേണമെന്നുള്ള ആവശ്യം കോൺഗ്രസിന്റെ ശക്തമായ ചില ഗ്രൂപ്പുകൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. കോൺഗ്രസിൽ ഇപ്പോൾ ഒഴിഞ്ഞിടക്കുന്ന ട്രഷറർ സ്ഥാനവും പ്രവർത്തിക്കാത്ത ജനറൽ സെക്രട്ടറിമാരെയും വൈസ് പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും എന്നിവയടക്കം മാറ്റണമെന്നാണ് ആവശ്യം. അങ്ങനെ വരുമ്പോൾ വി ഡി സതീശൻ പക്ഷം ശക്തമായി ആവശ്യപ്പെടുക പ്രസിഡന്റ് സ്ഥാനത്തടക്കം നേതൃമാറ്റം വേണമെന്ന് തന്നെയാകും. പരിപൂർണ അഴിച്ചുപണിയാണ് ആവശ്യമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറിമാരായ PV മോഹനനെയും വിശ്വനാഥ പെരുമാളിനെയും വിവിധ ഗ്രൂപ്പ് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. മുമ്പ് മോഹനും പെരുമാളും കൊടുത്ത പ്രവർത്തന റിപ്പോർട്ട് പ്രകാരം ബഹുഭൂരിപക്ഷം ഭാരവാഹികളും DCC പ്രസിഡന്റുമാരും മാറേണ്ടി വരുമെന്നാണ് സൂചന. കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനം ഉപതെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോകട്ടെ എന്നായിരുന്നു അന്നത്തെ ധാരണ. അപ്പോൾ അവിടെയും സ്ഥാനചലനം ഉറപ്പായി. കേരളത്തിൽ മാത്രമല്ല കേന്ദ്രത്തിലും അഴിച്ചുപണികൾ ഇപ്പോൾ ഹൈക്കമാൻഡിൽ ശക്തമാണ്. സംഘടനാ ചുമതലയുള്ള AICC ഭാരവാഹികൾ അതത് സംസ്ഥാനങ്ങളിലേക്ക് തൽക്കാലം മടങ്ങണമെന്ന ചർച്ചയും ഇപ്പോൾ സജീവമാണ്. അങ്ങനെയെങ്കിൽ KC വേണുഗോപാൽ കേരളത്തിലെ KPCCയുടെ പ്രധാന ചുമതലയിലേക്ക് വരുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്നതിൽ ഒരു സംശയവുമില്ല. UDF ജയിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി ആരാകും എന്നതിലായിരിക്കും തട്ടിയായിരിക്കും തർക്കങ്ങളൊക്കെ ഇനി KPCC നടക്കുക. കാര്യമൊക്കെ ഏതാണ്ട് KC വേണുഗോപാൽ ചാറ്റ് ചെയ്തതുപോലെ തന്നെ നടക്കുകയാണ്. അടുത്ത 2026 സംസ്ഥാന ഭരണം തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത്. കാരണം പാലക്കാട് വൻ വിജയമായിരുന്നു. എന്നാൽ ചേലക്കരയിൽ 8 നിലയിൽ പൊട്ടിയതിനെ കുറിച്ച് UDF കോൺഗ്രസ് മിണ്ടുന്നേയില്ല. ജയിച്ചാലും തോറ്റാലും KC വേണുഗോപാലിനെ 2026 മുമ്പ് കേരളത്തിൽ ലാൻഡ് ചെയ്യണം. കെ സുധാകരനെയും VD സതീശനെയും രമേശ് ചെന്നിത്തലയും ഓവർടേക്ക് ചെയ്ത് സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുക്കണം. ജയിച്ചാൽ, ഭാഗ്യത്തിന് വല്ലതും ജയിച്ചാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണം. ഇനി അതാണ് ആഗ്രഹവും. എന്തായാലും ഈ 1 വെട്ടി 2 വെട്ടി ഇരട്ടപ്പെട്ട് കിടക്കുന്ന കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കങ്ങളും ഗ്രൂപ്പ് നേതാക്കന്മാരും അതിന് മാത്രം അനുവദിക്കില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും